നമസ്കാരം, ഡോക്ടർ അശ്വതി. ഇന്ന് നമ്മുടെ വിഷയം പല ആളുകളും എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് എസ്പെഷ്യലി മിക്കവാറും സമയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ മക്കളെയോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ക്ലിനിക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായാലും ഡോക്ടറുടെ മരുന്നൊക്കെ എനിക്ക് ഫലവത്താവും, എന്റെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഫലവത്താവുന്നില്ലേ. അപ്പോൾ എന്റെ വിചാരം, ഇനി എനിക്ക് ഫലവത്താകുമോ, എന്റെ ചെറിയ ചെറിയ പലപ്പോഴായിട്ട് വരുന്ന ചെറിയ ചെറിയ അക്യൂട്ട് പ്രശ്നങ്ങളില്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഞാൻ ഇംഗ്ലീഷ് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കേണ്ടിയും വരുന്നുണ്ട്. കഴിക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെ അതങ്ങ് വിട്ടുമാറാത്തൊരു സ്റ്റേജിലേക്ക് വരുന്നു. അത് പിന്നെയും എനിക്ക് അത് തന്നെ അതിന് തന്നെ വീണ്ടും വീണ്ടും പോകേണ്ടി വരുന്നു. അതേസമയം മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ തവണ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ അവരത് അവർക്കത് ഫലവത്തായി. ഇത് എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു പനിയോ ചുമയോ അല്ലെങ്കിൽ ഏതൊരു പ്രശ്നവും അടിക്കടി ഇങ്ങനെ വരുന്നില്ല കുട്ടികൾക്ക്. അതുപോലെ എനിക്കും പറ്റുമോ? എല്ലാവരും പറയുന്നുണ്ട് എനിക്കങ്ങനെ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും നാളും അലോപ്പതിക് മരുന്നുകളാണല്ലോ ഉപയോഗിച്ചത്. പിന്നെ എന്റെ ശരീരത്തിൽ മറ്റ് ഈ ഹോമിയോ പോലുള്ള മരുന്നുകൾ പിടിക്കില്ല എന്നൊക്കെ എന്റെ വീട്ടിലെ മറ്റ് ബന്ധുക്കളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് ഡോക്ടർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അവരോട് പറയുന്നത്, എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ഹോമിയോപ്പതിക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡോക്ടറോട് പറയുന്ന ലക്ഷണത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ ലക്ഷണങ്ങൾ ടൈം മൊഡാലിറ്റി വെച്ചും ഏതാണ് കൂട്ടുന്ന ഫാക്ടർ എന്ന് വെച്ചും ഒക്കെ നിങ്ങളെ ഒരു ഇൻഡിവിജ്വലൈസ് ആയിട്ട് കണക്കാക്കണം. ഒരു വ്യക്തി എന്ന രീതിയിൽ മൊത്തത്തിൽ കണക്കാക്കിയാണ് ഹോമിയോപ്പതി മരുന്നുകൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായ രീതിയിൽ ഡോക്ടർക്ക് നിങ്ങളുടെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രസന്റ് ചെയ്താൽ വ്യക്തമായ രീതിയിലുള്ള ഹോമിയോപ്പതിക് മരുന്നുകൾ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനും അതനുസരിച്ചുള്ള അസുഖങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ നിങ്ങളുടെ ലക്ഷണങ്ങൾക്കോ ഒക്കെ ശമനം ലഭിക്കാനും 100% ഫലവത്തായ കഴിവുള്ള മരുന്നുകളാണ് ഹോമിയോപ്പതിക് മരുന്നുകൾ, ഇന്നും അന്നും എന്നും. അപ്പോൾ ആർക്ക് വേണേലും, ഏത് പ്രായക്കാർക്കും, ഏത് ജെൻഡറിലുള്ള ആൾക്കാർക്കും ഹോമിയോപ്പതിക് മരുന്നുകൾ യാതൊരു സംശയവും കൂടാതെ ഒരു രജിസ്റ്റേർഡ് PCMC രജിസ്റ്റേർഡ്, അതായത് കേരളത്തിൽ രജിസ്റ്റേർഡ് പഠിച്ച ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷണങ്ങൾ ഡോക്ടറോട് പൂർണ്ണമായും പറയുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, വാട്ട് ഈസ് യുവർ ഫീൽ, എന്താണ് നിങ്ങൾക്ക് ആ ഡോക്ടർ പല കാര്യങ്ങളും ഹോമിയോപ്പതിക് ഡോക്ടർമാർ ചോദിക്കും. അല്ലാതെ അസുഖം കേട്ടിട്ടുണ്ടെങ്കിൽ മരുന്ന് എഴുതുകയല്ല. നിങ്ങളെ നല്ലപോലെ പഠിച്ചതിന് ശേഷമേ നമുക്ക് മരുന്ന് എഴുതാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഏതൊരു ഹോമിയോപ്പതി നല്ല പ്രാക്ടീസ് നല്ലപോലെ ചെയ്യണം. വരുന്ന രോഗികൾക്ക് അസുഖത്തിന് ശമനം ലഭിക്കണം എന്ന് മനസ്സുകൊണ്ട് നിശ്ചയം എടുത്തിരിക്കുന്ന ഡോക്ടർമാര് തിരിച്ചും മറിച്ചും ഒക്കെ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരമാണ് കൊടുക്കുന്നത്, അല്ല കോമൺ ഉത്തരമല്ല. നിങ്ങൾക്ക് എന്താ, നിങ്ങളാണ് മരുന്ന് കഴിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം അത് വ്യക്തമായി പറഞ്ഞാൽ നല്ലൊരു മരുന്നിലേക്ക് എത്താനും നിങ്ങൾക്ക് പറ്റുന്ന മരുന്നിലേക്ക് എത്താനും കംപ്ലീറ്റ് ക്യൂറിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് ഡോക്ടർമാർ പറയും, അതിനുള്ളിൽ തന്നെ അത് മാറുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്. അപ്പോൾ പലരുടെയും സംശയം, ഇന്ന് തന്നെ ക്ലിനിക്കിൽ ഒരു 3 പേരെന്നോട് ചോദിച്ചു. ഇതിനു മുമ്പും പലതവണ പല സാഹചര്യങ്ങളിൽ എന്നോട് ക്ലിനിക്കിൽ വരുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഓർക്കുക, അലോപ്പതിക് മരുന്ന് എത്ര കഴിച്ചിട്ടുള്ളതാണെങ്കിലും ഏതൊരു പ്രശ്നത്തിനും നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ തെറ്റായ ധാരണ മാറ്റാനാണ് ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവർക്കെങ്കിലും ഒന്ന് മനസ്സിലാവേണ്ടതെന്ന് വിചാരിച്ചത് ഷെയർ ചെയ്യുന്നത്.